പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു മാസം കൂടെ തീരാറായി. ഫെബ്രുവരി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. ഭയങ്കര സ്പീഡിൽ ഒത്തിരി അനുഗ്രഹത്തോടെ നമ്മുടെ മാസങ്ങൾ, നമ്മുടെ ദിവസങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. ഈശോയ്ക്ക് നന്ദി പറയാം. കഴിഞ്ഞൊരു 2 മാസമായിട്ട് നമ്മൾ വലിയൊരു ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനമൊക്കെ കേൾക്കുന്നു, കർത്താവിൻ്റെ വചനം അന്വേഷിക്കുന്നു, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു, അല്ലേ? ശരിക്കും ഈശോ തരുന്ന വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ? നമ്മൾ ഈശോയെ അന്വേഷിക്കുന്നതുകൊണ്ട് ഈശോ നമ്മളെയും അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കേട്ട വചനങ്ങളൊക്കെ എല്ലാം ഒന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. പക്ഷേ ഓരോ ദിവസവും ശാന്തമായിട്ട് കിടന്നുറങ്ങാനും പവറിൽ എഴുന്നേക്കാനും ജീവിക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം ഈശോ വചനത്തിൽ കൂടെ നമുക്കൊരു ജീവൻ തരുന്നുണ്ട്, അല്ലേ? ഈ സങ്കീർത്തനം 9:10 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, കർത്താവെ അവിടുത്തെ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. ഇത് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമാണ്. ജനുവരി മാസം പെട്ടെന്ന് കടന്നുപോയി, ഫെബ്രുവരി താണ്ട തീരാൻ പോണു. പക്ഷേ നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന എന്താണ്? പലവിധ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ പേഴ്സണൽ ബൈബിൾ റീഡിങ്ങിലൂടെ, വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ ഒക്കെ നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ഈശോയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈശോ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം അവിടുന്ന് നമ്മളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 9:10 മറക്കണ്ട. കർത്താവെ അങ്ങേ അന്വേഷിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മുടെ ദിവസങ്ങൾ ചിലപ്പോൾ വളരെ സ്പീഡിൽ കടന്നു പോയേക്കാം, ചിലപ്പോൾ ഒത്തിരി വേദനകളൊക്കെ കാരണം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിഞ്ഞങ്ങ് പോയേക്കാം. പക്ഷേ ഇതിനിടയിൽ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ആരെ അന്വേഷിക്കുക? ഈശോയെ അന്വേഷിക്കുക. ഈശോ നിന്നെ അന്വേഷിക്കും. അവിടുത്തെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇനിയുള്ള ദിവസങ്ങൾ, ഈ ഫെബ്രുവരി തീരാൻ പോകുന്ന ഈ ദിവസങ്ങളെല്ലാം വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യുക. കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം അഭിഷേകമായിട്ട് ചെയ്യുക. വലിയ നോമ്പിൻ്റെ അഭിഷേക ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. പ്രാർത്ഥിക്കുക. ഉണ്ടാകുന്ന സഹനങ്ങളെയൊക്കെ ഈ നമ്മുടെയൊക്കെ പാപപരിഹാരത്തിനായിട്ട് ഈശോ അനുഭവിച്ച സഹനങ്ങളോട് ചേർത്ത്, ഈശോ പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഈശോ ഉപവസിച്ചിരുന്നത് ആ ഒരു സഹനത്തോടൊക്കെ ചേർത്ത് നമ്മുടെ സഹനങ്ങളെയൊക്കെ ഈശോയ്ക്ക് കാഴ്ചവെക്കുക. ഈ വേദനയിൽ ഈശോയെ അന്വേഷിക്കുക. ഈശോ നിന്നെ അന്വേഷിക്കുന്നു. അവിടുത്തെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിക്കില്ല. കർത്താവ് കെയർ ചെയ്യുന്ന, കർത്താവ് അന്വേഷിക്കുന്ന, കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക. നാളെ എഴുന്നേൽക്കുക. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.